ശ്രീ റെജി ലൂക്കോസ്, വെള്ളാപ്പള്ളിയെ ന്യായീകരിച്ചുകൊണ്ട്, അല്ലെ വെള്ളാപ്പള്ളിക്ക് ഒരു വർഗീയ മുഖം മലബാറിൽ ഉണ്ടായിരുന്നതിനെ ന്യായീകരിച്ചുകൊണ്ട് അതല്ല, അങ്ങനെയല്ല, ലീഗിനെയാണ് വെള്ളാപ്പള്ളി വിമർശിച്ചത് എന്ന് പറഞ്ഞ് വിശദീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു KT ജലീൽ. ആ ജലീൽ ഇപ്പോൾ യോഗനാഥത്തിലാണ് ലേഖനം എഴുതിയത് ലീഗിനെ വിമർശിച്ചുകൊണ്ട്. ഈ രാഷ്ട്രീയത്തിന് പിന്നിൽ എന്താണ് വെള്ളാപ്പള്ളി ജലീൽ ബന്ധം? അല്ല, അത് വളരെ വ്യക്തമായ ഒരു രാഷ്ട്രീയമാണ്. കാരണം വെച്ചാൽ വെള്ളാപ്പള്ളി നടേശനെതിരെ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കേരളത്തിലെ ചില മാധ്യമങ്ങളും ചില രാഷ്ട്രീയ കക്ഷികളും അമിതമായ രീതിയിലുള്ള വിമർശനങ്ങളായിട്ട് മുന്നോട്ട് വരുന്നത്. അതിന്റെ കാരണമെന്ന് പറയുന്നത് അദ്ദേഹം നിലമ്പൂരിന് സമീപത്തെ എടക്കരയാണെന്ന് എന്റെ ഓർമ്മ, അത് ചുങ്കത്തറ, അവിടെ നടന്ന SNDP യോഗത്തിൽ അദ്ദേഹം മലപ്പുറം ജില്ല എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു രാജ്യമാണെന്നും അവിടെ മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു അവസ്ഥയാണെന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ നടത്തി. വാസ്തവത്തിൽ അന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് മുസ്ലിം ലീഗ് അല്ലാതെ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റത്തില്ല, അങ്ങനെ ആ രീതിയിലാണ് ആ പ്രസംഗം വന്നത്. അത് കേട്ടാൽ വളരെ വ്യക്തമാകും. അതിനെ പിന്നെ കൃത്യമായ രീതിയിലും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് KT ജലീൽ യോഗനാഥത്തിൽ ഒരു ലേഖനം എഴുതുന്നുള്ള വസ്തുതയാണ്. ഈ KT ജലീലിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ മുസ്ലിം ലീഗിലെ ഏറ്റവും തലപ്പത്ത് നിന്നും പുറത്താക്കപ്പെട്ട നേതാവാണ്. അതായത് യൂത്ത് ലീഗിന്റെ സംസ്ഥാന നേതാവായിരിക്കുമ്പോൾ ഈ മുസ്ലിം ലീഗ് നടന്നുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടിയുടെ ഒക്കെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കൊടിയ അഴിമതികൾ ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് അദ്ദേഹത്തിനെ പുറത്താക്കിയത്. തുടർന്ന് കുറ്റിപ്പുറത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം 18,000 വോട്ടിന് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹത്തിന് പരാജയപ്പെടുത്തി. ആ പരാജയപ്പെടുത്തതിന് ശേഷം ഇന്നുവരെ KT ജലീലിന്റെ നിലപാടിലൊരു മാറ്റം വന്നിട്ടില്ല. എനിക്ക് തോന്നുന്ന നിലപാടുകളിൽ മാറ്റം വരാത്ത, രാഷ്ട്രീയ വീക്ഷണത്തിൽ മാറ്റം വരാത്ത അപൂർവം രാഷ്ട്രീയ നേതാക്കളിലൊരാളാണ് KT ജലീൽ. KT ജലീലിനെതിരെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ രമേശ് ചെന്നിത്തല ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് തന്നെ കേരള വാസവനാണ് തന്നെ ശ്ലാഘനീയമായിട്ട് അത് കാണാൻ പറ്റുന്നത്. ഉറച്ച നിലപാടെടുത്ത ആ മനുഷ്യനെ ഒടുവിൽ അദ്ദേഹത്തിന്റെ പേര് പോലും പരാമർശിക്കാതെ എന്നാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പക്ഷേ റെജി ലൂക്കോസ്, ഈ വിഷയത്തിൽ വെള്ളാപ്പള്ളിയെ ന്യായീകരിച്ചുകൊണ്ട് മലബാറിൽ നിലപാടെടുക്കുന്ന ജലീൽ എടുത്താൽ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ എതിരല്ലേ ആവൂ എന്നൊരു ചോദ്യമുണ്ടല്ലോ. കാരണം അവിടെ പൊതുവിൽ വെള്ളാപ്പള്ളി ഒരു വർഗീയവാദിയാണെന്ന പ്രചരണം മുസ്ലിങ്ങൾക്കിടയിൽ പൊതുവിലുണ്ട്. ലീഗ് അത് അതിശക്തമായി പ്രചരിപ്പിക്കുന്നു, കോൺഗ്രസ് അത് പ്രചരിപ്പിക്കുന്നു. ഇതിനിടയിലേക്ക് ഇത്ര നിലപാടെടുത്താൽ അത് രാഷ്ട്രീയ നഷ്ടമല്ലേ ഉണ്ടാക്കുള്ളൂ? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. രാഷ്ട്രീയത്തിൽ പൊതുവെ എല്ലാവരും ആരെയും വെറുപ്പിക്കാത്ത രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുള്ളൂ. പക്ഷെ അവിടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്, KT ജലീൽ എന്ന് പറയുന്ന ധീരനായ രാഷ്ട്രീയ നേതാവ്, ഒരുപക്ഷെ മുസ്ലിം സമൂഹത്തിലെ ഒരു ചെറിയ വിഭാഗം അദ്ദേഹത്തിനോട് ഈ വിഷയത്തിൽ എതിർത്താലും തന്റെ നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കാത്തൊരു വ്യക്തിത്വമാണ് KT ജലീൽ. അതെവിടാണ് നമ്മൾ അദ്ദേഹത്തിനെ ആദരിക്കേണ്ടത്. ഇപ്പൊ വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹം അതിനകത്ത് വെള്ളം പൂശിയിട്ടൊന്നുമില്ല. അദ്ദേഹം വെള്ളാപ്പള്ളി പറഞ്ഞ കൃത്യമായ കാര്യങ്ങളിലൂടെ മാത്രം സഞ്ചരിച്ചാണ് ആ ലേഖനം പൂർത്തീകരിക്കുന്നത്. അതുകൊണ്ട് മലബാറിലെ ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തുനിന്നും അദ്ദേഹത്തിന് എതിർപ്പുണ്ടാകുമായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും രാഷ്ട്രീയ നഷ്ടം ഉണ്ടാകുമായിരുന്നുവെങ്കിൽ, അദ്ദേഹത്തിന്റെ ഇന്നലകളിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇതേ രീതിയിലുള്ള നിലപാട് KT ജലീൽ സ്വീകരിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമല്ലേ? മുസ്ലിം സമുദായത്തിനെയല്ല, മുസ്ലിം ലീഗിനെ എതിർക്കുന്നതിലൂടെയാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ലീഗിന്റെ കോട്ടകൊത്തളങ്ങളെല്ലാം ഈ പറയുന്ന പല സ്ഥലങ്ങളിലും തകർന്നടിയാൻ കാരണം KT ജലീല. കാരണം നിലപാടിൽ ഉറച്ച് അദ്ദേഹം പ്രതികരിക്കുന്നത്. ഉദാഹരണമല്ല, ഞാൻ PK കുഞ്ഞാലിക്കുട്ടിയുടെ ഉദാഹരണം പറഞ്ഞത്. അദ്ദേഹത്തെ അവനോട് നിന്നും മത്സരിക്കുന്ന നിയമസഭയിൽ എത്തുന്നതിന് ഇന്ന് വരെ ഒരു ചലനം പോലും സൃഷ്ടിക്കാൻ വേണ്ടി ലീഗിന് സാധിച്ചില്ല. ലീഗിന്റെ കോട്ടയില്ലേ മലപ്പുറം ജില്ല. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും തന്റെ രാഷ്ട്രീയ ഭാവിക്ക് ദോഷം വരുത്തുന്ന രീതിയിൽ പ്രതികരിക്കില്ലെന്നും നോക്കാതെ കണ്ട് വസ്തുതാപരമായി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് ജലീൽ. തന്നെയുമല്ല, വെള്ളാപ്പള്ളിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളിൽ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് അദ്ദേഹം അതിനകത്ത് പറഞ്ഞു നൽകിയിരിക്കുന്നത്. അതിനകത്തൊരു തെറ്റ് കാണാൻ പറ്റത്തില്ല. പിന്നെ രാഷ്ട്രീയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ആരെങ്കിലുമൊക്കെ സുഖിപ്പിച്ചു അല്ലെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാതെ കൊണ്ട് നോവിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രാഷ്ട്രീയ ശൈലിക്ക് ഇനി ഒരു അന്ത്യം ഉണ്ടാകണം. കാരണം വ്യക്തമായ നിലപാടുകളുള്ളവരെ കേരളം അംഗീകരിച്ച ചരിത്രം കേരളത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ചിന്താഗതി തന്നെ മാറേണ്ട കാലം കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചോളം വെള്ളാപ്പള്ളി നടേശനോടുള്ള ഇടതുപക്ഷത്തിന്റെ സമീപനം എന്ന് പറയുന്നത് SNDPയുടെ പ്രസിഡന്റ് എന്നുള്ള പദവിയിലിരിക്കുന്ന വ്യക്തിയാണ്. ഫോർ ലോങ് 30 years കുമാരനാശാൻ ഇരുന്ന ആ കസേരയിൽ 30 വർഷമായിട്ട് ഈ മനുഷ്യൻ ഇരിക്കണമെങ്കിൽ ആ യോഗത്തിന്റെ അല്ലെങ്കിൽ SNDP യോഗത്തിന്റെ പിന്തുണ ഇല്ലാണ്ട് അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റുന്നില്ല. അത് സ്വാഭാവികമായിട്ടും LDF കാണുന്നത് അദ്ദേഹത്തിന് SNDPയുടെ നേതാവായിട്ട്, അല്ലാണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഒരു വ്യക്തിയല്ല. ഇതേ വെയിലാണ് സുകുമാരനാരെ കാണുന്നത്. സുകുമാരനാരെ നമ്മളെല്ലാവരും എക്കാലത്തും NSSന്റെ ജനറൽ സെക്രട്ടറി നമ്മൾ കാണുന്നത് ആ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളെന്നുള്ള. ഇതാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അവിടെ വെച്ച് നോക്കുമ്പോൾ KT ജലീലിനെ പോലെ ഒരു അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഈ രീതിയിൽ നിരീക്ഷിച്ച് അത് യോഗനാഥത്തിൽ ഒരു ലേഖനം എഴുതുക എന്ന് പറഞ്ഞാൽ അതിനൊരു ചങ്കൂറ്റം എന്ന് തന്നെയാണ് എനിക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. നന്ദി റെജി ലൂക്കോസ് പ്രതികരിച്ചു. CV അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്,